ആദ്യമായിട്ട് എനിക്ക് പാട്ട് ചെയ്യാനുള്ളൊരു ഒരു 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 കോൺഫിഡൻസ് ഉണ്ടാകുന്നത് ഞാൻ കിരീടത്തിലെ കണ്ണീർ പൂവിൻ്റെ ചെയ്യുമ്പോഴാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അതൊരു സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. ആ സ്റ്റോറി കഥയുടെ ഒരു വളർച്ച സംഭവിക്കുന്നുണ്ട് ആ പാട്ടിലൂടെ. വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുന്ന ഇറങ്ങിപ്പോയിരിക്കുന്ന ഇയാൾ എവിടെയാണ്, അയാളുടെ ജീവിതം എന്താണ്, വീടിന് പുറത്ത് അയാൾ എവിടെ ജീവിക്കുന്നു, അയാൾ പോയി കഴിയുമ്പോൾ അയാളുടെ മാതാപിതാക്കൾക്കുണ്ടാകുന്ന അവരുടെ ജീവിതം എങ്ങനെ പോകുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് കഥ പറയാം. അത് ഒരുപക്ഷെ എഴുതപ്പെട്ട സ്ക്രിപ്റ്റൊന്നും ഉണ്ടാകത്തില്ല. നമ്മുടെ ഒരു ഡയറക്ടോറിയൽ ഒരു പെർസ്പെക്റ്റീവിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. ഇയാളിപ്പോൾ എവിടെയായിരിക്കും. അതുകൊണ്ട് നമ്മൾ കാണാം അതിനകത്തൊരു കടത്തിണ്ണയിൽ ഇയാളുടെ ജോലിയായിട്ട് കാണിക്കുക. അച്ഛൻ ഒരു നൈറ്റ് പട്രോളിങ്ങിന് പോകുന്നൊരു പോലീസുകാരനാണ്. അയാൾ രാത്രി പോകുമ്പോഴത്തേക്ക് ഒരു കടത്തിണ്ണയിൽ ഇരുന്ന് ഇയാളെ കാണുന്നത്, ഇയാളുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അതിലൂടെയൊക്കെ ആയിരിക്കും ഇവർ ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ചിന്തിച്ചിട്ട്, അപ്പോൾ ആ സ്റ്റോറിയുടെ ഒരു ഗ്രോത്ത് അവിടെ സംഭവിക്കുന്നുണ്ട്. ആ പാട്ട് ചെയ്തപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായത്. പിന്നെ ആ പാട്ടിനെ പറ്റിയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിവ്യൂസ് അല്ലെങ്കിൽ ആൾക്കാരുടെ ചില കമൻസൊക്കെ വരും. അതായത് പിന്നീടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ആ പാട്ടിൽ ഇയാളെല്ലാം പുറംതിരിഞ്ഞ് നടക്കുകയാണ്. കൂടുതലും പുറംതിരിഞ്ഞ് നടക്കുകയാണ്. അപ്പം ജീവിതത്തിൽ നിന്ന് അയാളിങ്ങനെ ജീവിതത്തോട് പുറംതിരിഞ്ഞ് നടന്നു പോകുന്നു എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതൊക്കെ അത് ഒരുപക്ഷെ നമ്മൾ ഇൻറ്റൻഷനലായിട്ട് ചെയ്തതെന്നല്ലെങ്കിൽ പോലും അത്തരത്തിലുള്ള ഡിസ്കഷനൊക്കെ അത് ഉണ്ടായി വരുന്നു എന്നുള്ളതും അതും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ്.